നമസ്കാരം, ഞാൻ നന്ദകുമാർ. ടെക് ട്രാവലിംഗ് നന്ദകുമാറിന്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളങ്ങനെ പത്തനംതിട്ടയിൽ വഴിതെറ്റി ഇങ്ങനെ കറങ്ങി നടക്കുകയാണ്. കുറേ ചായയൊക്കെ കുടിച്ച് വഴിതെറ്റി ഗൂഗിൾ മാപ്പ് പല സ്ഥലത്ത് നമ്മളെ വഴിതെറ്റിച്ച് അങ്ങനെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നു. ഒടുവിൽ നമ്മൾ ഏകദേശം സ്ഥലം കണ്ടുപിടിക്കുമെന്നുള്ള ഉറപ്പായി അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ രാത്രിയുള്ള ഈ വീഡിയോ നൈറ്റ് വീഡിയോ ആണ് നമ്മൾ ഇന്നത്തെ ചെറിയ കാഴ്ച. അത് കഴിഞ്ഞ് പകൽ നമ്മൾ നല്ല വീഡിയോസുകൾ ഉൾപ്പെടുത്തുന്നതാണ്. രാത്രിയുള്ള ഭാഗങ്ങൾ കുറച്ചേ ഉള്ളൂ. അത് കഴിഞ്ഞ് മോർണിംഗിൽ നല്ല വിഷ്വൽ നമ്മൾ ഇതിൽ ഉൾപ്പെടുത്തുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും ഈ യാത്രയ്ക്കകത്തുള്ള കുറച്ച് കാഴ്ചകളും എല്ലാം കാണാം. നമ്മളോടുള്ള എല്ലാവരും സുഖം ഉറക്കമാണ് കേട്ടോ. 2 പേര് സുഖം ഉറക്കമാണ്, 3 പേര് ഉറങ്ങാതിരിക്കുകയാണ്. അപ്പോൾ യാത്രയുടെ ആ കാഴ്ചകളൊക്കെ ഒന്ന് കാണാം. പോട്ട് 300 മീറ്റർ പോയാ മൊബൈല് വീഡിയോ ആക്കണം. നന്ദു അടിക്കണം. ഞാൻ തൊട്ട് ബാക്കിന്നേ ഏതോ ബൈക്ക് വന്നു. പോട്ട് കുറച്ചുകൂടെ പോട്ട്. എവിടുന്ന് ലെഫ്റ്റാണ്? ഇത് ലെഫ്റ്റാണ്. മീറ്റർ എത്ര? ഇല്ലേ കുറിച്ചീട് സിറ്റിയിലെ പറഞ്ഞ സിറ്റി എത്തി. കുറച്ചുകൂടെ പോയി കഴിഞ്ഞാൽ 50 മീറ്റർ പോയി കഴിഞ്ഞാൽ ടൗണായി. പത്തനംതിട്ട ടൗൺ. ലെഫ്റ്റടാ. ലെഫ്റ്റിലല്ല റൈറ്റ് ഉണ്ട്. ലെഫ്റ്റ് ഉണ്ടോ റൈറ്റ് ഉണ്ടേ? ഞാൻ പോയിട്ടില്ല. ലെഫ്റ്റ് കേട്ടാ. ലെഫ്റ്റ് തിരി. ഫോൺ വാങ്ങിച്ചു നോക്കടാ നീ. പോയിട്ട് ഇറങ്ങണടാ. ലെഫ്റ്റിലാണ് തിരിഞ്ഞ് കാണിക്കുന്നു. ചെയ്യേണ്ടത് മീൻസ് അവിടുന്ന് ലെഫ്റ്റ് തിരിയണം. എല്ലാവരും വീട്ടിൽ വേണം. കാറിനകത്ത് സുഖമായിട്ട് ഏടാ സുശാന്ത്, ഞാൻ ഫ്രണ്ടില് സൈഡിലാക്കി. ഈ റോഡ് പോ. ഈ റോഡ് തന്നെ എത്തിപ്പോ ലെഫ്റ്റ് തിരി. എത്തിന്ന് എനിക്കറിയാം. പോ. അപ്പോഴെല്ലാവർക്കും ഗുഡ് മോർണിംഗ്. നല്ലൊരു സുപ്രഭാതമാണ്. നമ്മളിപ്പം യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇന്നലത്തെ നൈറ്റ് വീഡിയോസൊക്കെ നിങ്ങൾ എല്ലാവരും കണ്ടെന്ന് തോന്നുന്നു. നമ്മളങ്ങനെ സ്ഥലമൊക്കെ കണ്ടെത്തി അവിടുത്തെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞു. അങ്ങനെ നമ്മൾ തെമ്മ റൂട്ട് വന്നിട്ടുണ്ടെന്നാ അച്ചൻകോവിൽ റോഡൊന്ന് കേട്ടിട്ടുണ്ടോ നമ്മള്? ഈ അച്ചൻകോവിൽ ഫോറസ്റ്റിനകത്തുള്ള കുറച്ച് മനോഹരമായ കാഴ്ചകളാണ് ഇന്നത്തെ വീഡിയോ. ഏകദേശം 40 കിലോമീറ്റർ കാട്ടിനകത്തു കൂടിയുള്ള ഒരു യാത്രയാണ്. ക്ലൈമറ്റ് എന്ന് പറയുന്നത് ഒരു മോശമായ രീതിയിലുള്ള ക്ലൈമറ്റാണ്. മഴയും മഞ്ഞും എല്ലാം ഉണ്ട്. അപ്പോൾ നമ്മളെന്തായാലും കാട്ടിനകത്ത് കയറി കഴിഞ്ഞു. കാട്ടിനകത്തുള്ള കാഴ്ചകൾ കാട്ടിനകത്തുള്ള കാഴ്ചകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരുപാട് ആനയും കാട്ടുപോത്തും ഒക്കെ ഉള്ള ഒരു വലിയൊരു ഫോറസ്റ്റാണ്. വളരെ സൂക്ഷിച്ചാണ് ഇതിലെ യാത്ര ചെയ്യാൻ. നമുക്ക് എന്തായാലും കാട്ടിനകത്തുള്ള കാഴ്ചകൾ കാണാം. ചെറിയ രീതിയിൽ മഴ ഇങ്ങനെ പൊടിഞ്ഞുകൊണ്ട് നിൽപ്പുണ്ട്. അതേപോലെ തന്നെ കോടമഞ്ഞും പല ഭാഗത്തും നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്.
വീഡിയോ എല്ലാം ഉണ്ട് എല്ലാം ഉണ്ട്. ഇവിടെ ക്യാമറ നേരെ വീഡിയോ ആയി അതിന്റെ എന്ത് ചെയ്യും കറക്ക് ക്യാമറ പണ്ട് ക്യാമറയുടെ നിങ്ങളെ പല വീഡിയോ മിസ്സായി. നോക്കി നമ്മളെ കൊണ്ട് കൊക്കയെ തള്ളിയിട്ട് കൊല്ലല്ലേ? അതെ നമ്മള് വെള്ളമടിച്ചു, നീ വെള്ളമടിക്കാൻ വെള്ളമടിച്ചില്ല. നീ വെള്ളമടിക്കാതെ നമ്മളെ കൊക്കയെ കൊണ്ട് കൊല്ലല്ലേ കേട്ടാ. അത് വീണ്ടും കാല് ചെപ്പത്തിൽ വൈകിട്ട് പോകരുത്. കാട്ടെ ചെപ്പത്തിലൂടെ ഇഷ്ടപ്പെടുന്നുണ്ട്. കോവിൽ ഫോറസ്റ്റിനകത്തുള്ള ഒരു വെള്ളച്ചാട്ടത്തിലാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത്. കിടിലൻ വൈബ്, നല്ല മഴ പെയ്തുകൊണ്ട് നിൽക്കുകയാണ്. ഫോറസ്റ്റിന്റെ ഭംഗി ആസ്വദിച്ച് നമ്മൾ യാത്ര ചെയ്യുകയാണ്. എങ്ങനെയുണ്ട്? സൂപ്പർ. കോവിൽ ഫോറസ്റ്റിനകത്തുള്ള വെള്ളച്ചാട്ടം കണ്ടില്ലെന്ന് പറയില്ല. പക്ഷെ വേനൽക്കാലത്ത് വന്നു കഴിഞ്ഞാൽ വലിയ കുഴപ്പമില്ലല്ലേ? എപ്പോഴും വെള്ളം അവിടെ ഉണ്ട്. എല്ലാരും ഉണ്ട്, എല്ലാം ഉണ്ട്. ബാബുക്കുട്ടന്റെ ഒക്കെ ആദ്യത്തെ വീഡിയോ ഇതൊക്കെ വീഡിയോ. വാ വിളിയാൻ പോണ. പോ. അങ്ങനെ ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് നമ്മൾ യാത്ര തിരിക്കുകയാണ്. ഇനി നമുക്ക് വല്ലതും കഴിക്കണം. നമ്മളിപ്പം കൊടും വനത്തിനകത്താണ് നിൽക്കുന്നത്. ആഹാരം കഴിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. ഇതിനകത്ത് എവിടെയെങ്കിലുമൊക്കെ
ഈ ട്രൈബൽസിൻ്റെയോ ഇല്ലെങ്കിൽ ആരെങ്കിലുമൊക്കെ ഈ ചെറിയ ചെറിയ കടകളൊക്കെ ഉണ്ട്, അതിനകത്തുള്ള ഭക്ഷണമൊക്കെ കഴിച്ചാണ് നമുക്കിപ്പം മുന്നോട്ട് യാത്ര ചെയ്യാൻ. കാട്ടിനകത്ത് നല്ല രീതിയിൽ കോട മഞ്ഞ് മൂടി വരുന്നുണ്ട്. അതേപോലെ അപ്പോൾ നമ്മളൊരു ചായ കുടിക്കാൻ വേണ്ടി അങ്ങനെ ഒരു കടയിലോട്ട് ഇറങ്ങി നിൽക്കുകയാണ്. നെയ്യും വെച്ചേക്കാം. ആര് ഞാനാ? ഒരു പഴംപൊരി ഫുള്ളായി. ബീഫ് പഴംപൊരി. പക്ഷേ ബീഫ് പഴംപൊരി ക്വാണ്ടിറ്റി ഇല്ലല്ലേ? ബീഫില് 4 2-3 വർഷം ഉണ്ടായിരുന്നു ബീഫേ, 2-3 വർഷം ഉണ്ടായിരുന്നു. നാട്ടുകോഴിയാ? ഇത്ര കൂടെ അത് കുഞ്ഞടാ, ഇത് വലുതാവും. മാക്സിമം ഇത്ര ആവുള്ളൂ, ഇതിന്റെ അപ്പുറം വലുതാവും. അങ്ങനെ വിട്ടിൽ വരെ നിൽക്കും. ഇറങ്ങാനും വേണ്ട. എത്ര കണ്ടാലും മതിവരാത്ത കാഴ്ചകൾ നമ്മളിപ്പോൾ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അച്ചൻ കോവിലിലെ മനോഹരമായ കാഴ്ചകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. അടുത്ത നല്ലൊരു വീഡിയോയിലേക്ക് നമുക്ക് കാണാം. എല്ലാവർക്കും ശുഭദിനം നേരും.